സംസ്ഥാന സർക്കാരിന് കീഴിലെ മുഴുവൻ ടോൾ പിരിവും നിർത്തലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത നാലുവരിയാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലാരിവട്ടം മേൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിനാണ് പാലാരിവട്ടം മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകുന്നത്. മേൽപ്പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന മുഴുവൻ ടോളുകളും നിർത്തലാക്കുമെന്നും വരുമാനത്തിനായി ബദൽ സംവിധാനങ്ങൾ കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നിർമ്മിക്കുന്ന കാര്യങ്ങളിൽ ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് പിരിക്കുന്ന സമ്പ്രദായം ഒഴിവാക്കുകയാണ്. അതേസമയം ശാസ്ത്രീയമായി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ തേടുകയും ചെയ്യും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത നാലുവരിയാക്കത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് നമുക്ക് നടക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് കീഴിലെ കേരള റോഡ് ഫണ്ട് ബോർഡിന് ഇന്ധനവിഹിതമായി ലഭിക്കുന്ന തുകയിൽ നിന്നാണ് 39 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത്. ഒറ്റത്തൂണിൽ 4 വരി ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാവുന്നത് സംസ്ഥാനത്ത് ഇതാദ്യമായാണ്. 442 മീറ്റർ പാലവും ഇരുഭാഗത്തുമുള്ള അപ്രോച്ച് റോഡുമടക്കം ഫ്ലൈ ഓവറിന്റെ ആകെ നീളം 750 മീറ്ററാണ്. 2014 സെപ്റ്റംബർ ആദ്യത്തോടെയായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് മഴയുടെ അളവ് വൻതോതിൽ കുറഞ്ഞത് കഴിഞ്ഞ വേനൽക്കാലത്തേക്കാൾ കേരളത്തിൽ കൊടും വരൾച്ചയ്ക്ക് ഇടയാക്കുമെന്ന് ആശങ്ക. പ്രശ്നപരിഹാരം ഹ്രസ്വകാല പദ്ധതിയിൽ ഒതുക്കാതെ ദീർഘവീക്ഷണത്തോടെയുള്ള പഠനപരിഹാരം വേണമെന്ന് ഗവേഷകർ ആവശ്യപ്പെടുന്നു. അതേസമയം തിരുവനന്തപുരം നഗര കുടിവെള്ള വിതരണത്തിൽ 43% ജലചോർച്ച സംഭവിച്ചത്. ഒരു ഭാഗത്ത് മഴ കുറയുന്നു, മറുഭാഗത്ത് പല കാരണങ്ങളാൽ ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ കൊടും വരൾച്ച മുന്നിൽ കണ്ട് യോഗം ചേരുന്നത്. മഴ കുറഞ്ഞതിനെ തുടർന്നുള്ള പ്രത്യാഘാതം പഠിക്കാൻ കഴിഞ്ഞ ആഗസ്റ്റിൽ തന്നെ അവലോകന യോഗം നടത്തേണ്ടതായിരുന്നു. പ്രശ്നപരിഹാരത്തിന് ഹ്രസ്വകാല മാർഗം ഉരുത്തിരിയുമെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള പഠന പരിഹാരത്തിന് ഇക്കുറിയെങ്കിലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്ര കുതുകികൾ. മൺസൂണിൽ 2017 മില്ലിമീറ്റർ കിട്ടേണ്ടത് 1344 മില്ലിമീറ്ററായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 670 മില്ലിമീറ്ററിന്റെ കുറവ്. ഇത് ഡെസേർട്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള രാജസ്ഥാൻ സംസ്ഥാനത്ത് ഒരു വർഷം കിട്ടുന്ന മഴയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഓർക്കണം. കേരളത്തിൽ ജലസാക്ഷരത എന്നുള്ളത് അടിയന്തരമായി നടപ്പാക്കേണ്ട ഒരു വലിയ പദ്ധതിയായി തന്നെ മാറേണ്ട സമയം അതിക്രമിച്ചു. ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായ കാർബൺ നൈട്രജൻ ചക്രങ്ങൾ മനസ്സിലാക്കി ഈ മൂലകങ്ങളെ ആവുന്നത്ര കാലം ഭൂതലത്തിൽ തന്നെ നിലനിർത്താനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം. കൃഷിയിലേക്കുള്ള മടക്കം, ഭൂവിനിയോഗക്രമം രൂപപ്പെടുത്തൽ, നീർത്തട വന സംരക്ഷണം, കാർബൺ ഡയോക്സൈഡിന്റെ വർധനയ്ക്കിടയാക്കുന്ന മാലിന്യ സംസ്കരണ രീതികൾ തുടങ്ങിയവ പഠന ഗവേഷണത്തിന് വിധേയമാക്കണമെന്നാണ് മറ്റൊരാവശ്യം. ആഗോളതാപനത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അവ സമ്മാനിക്കുന്ന വരൾച്ച ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ആഘാതവും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി വരും തലമുറയെ കൂടി ബോധവൽക്കരിക്കുന്നതിനുള്ള തീരുമാനം സർക്കാർ പരിഗണിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. വരൾച്ച കനക്കുമ്പോഴും നിലവിലുള്ള ജലസേചന സൗകര്യങ്ങൾ പോലും ഉപയോഗപ്പെടുത്താനാകാതെ വയനാട്ടിലെ കർഷകർ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും മറ്റും ചെറുകിട ഡാമുകൾ മിക്കതും തകർന്നു. ഇതിലൊന്നായ മുട്ടിൽ കല്ലൻചിറയുടെ നാശം 1000-ഓളം ഏക്കർ നെൽപ്പാടങ്ങളെയാണ് കൃഷിയെ ബാധിപ്പിക്കുന്നത്. കണിയാമ്പറ്റ, മുട്ടിൽ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കല്ലൻചിറ എന്ന പ്രദേശത്തെ 500 ഏക്കറോളം വരുന്ന പാടമാണിത്. പാടങ്ങളിൽ വെള്ളം വറ്റി നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. സമീപത്ത് കാണുന്നതാണ് കല്ലൻചിറ. അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും കാരണം കർഷകർക്ക് ഉപകാരപ്പെടും മുൻപേ തകർന്നു. പ്രദേശത്തെ ഏക ജലസ്രോതസ്സാണിത്. അണക്കെട്ട് പുതുക്കി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് നാട്ടുകാർ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയത്. ഒന്നിലും തീരുമാനമുണ്ടായിട്ടില്ല. ഇടയ്ക്കിടെ നാട്ടുകാർ വെള്ളം കെട്ടി നിർത്തിയാണ് കൃഷികൾക്ക് ഉപകാരപ്പെടുത്തുന്നത്. നടപടിയാവും വരെ സമരത്തിലേക്ക് നീങ്ങുവാനാണ് ഒടുവിൽ പ്രദേശത്തുകാരുടെ തീരുമാനം. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇപ്പോഴത്തെ ഈ വരൾച്ചയും ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി അണക്കെട്ടിൻ്റെ ഈ ചെക്ക് ഡാമിൻ്റെ ദുരവസ്ഥ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് കൃഷിക്കാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് കല്ലൻചിറയുടെ മാത്രം കാര്യമല്ല. വലിയ തോതിൽ മഴ കുറഞ്ഞതോടെ ജില്ലയിലെ മിക്ക കൃഷിയിടങ്ങളും വരണ്ടുണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത കർഷകരെ വലയ്ക്കുമ്പോൾ കാർഷിക മേഖലയും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഭാവിയിലെ കൊടും വരൾച്ചയുടെ മുന്നറിയിപ്പ് നൽകി ഹൈറേഞ്ചിലെ കാർഷിക മേഖല. കർഷകർ പുതിയതായി നട്ടുവളർത്തിയ ഏലം ചെടികൾ പൂർണ്ണമായി കരിഞ്ഞുണങ്ങി. ഏലച്ചെടികൾ നശിക്കാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കൊടും ചൂടും ജലക്ഷാമവുമാണ്.
മലയോര മേഖല നേരിടാൻ പോകുന്ന കനത്ത വരൾച്ചയുടെ സൂചനകളാണ് ഏലം കൃഷി മേഖലയിൽ നിന്നും കണ്ടുവരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നട്ടം തിരിയുന്ന കർഷകർ പുതുതായി നട്ടുപിടിപ്പിച്ച ഏലച്ചെടികൾ ഏതാണ്ട് പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. കാലാവസ്ഥാ വ്യതിയാനത്തിന് പുറമെ ഈ മേഖലയിൽ നേരിടുന്ന കടുത്ത ജലക്ഷാമമാണ് ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങാൻ കാരണമായത്. ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയത്. ഈ വർഷം ജൂൺ മാസം പെയ്യേണ്ട മൺസൂൺ പ്രതീക്ഷിച്ച് ഏലം റീപ്ലാന്റ് ചെയ്തതിൽ നിന്നും മൺസൂൺ വേണ്ട പോലെ കിട്ടിയില്ല. പിന്നീട് തുലാമഴയും കിട്ടിയില്ല. അതിൽ നിന്നും ഏലം കൃഷി നാശോന്മുഖമാവുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഏലം കൃഷി ചെയ്യുവാൻ ഇനി കർഷകർക്ക് സാധ്യമാണോ എന്ന് തന്നെ ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത്. ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏലക്ക ഉൽപാദനത്തിൽ 60% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കണക്കുകളിൽ തന്നെ ഏലം കർഷകർ നേരിടാൻ പോകുന്ന വലിയ വിപത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തണുപ്പ് നിറഞ്ഞ ഹൈറേഞ്ചിലെ കാലാവസ്ഥയെ ആകെ തകിടം മറിക്കുന്ന കടന്നുകയറ്റമാണ് പ്രകൃതിയിൽ മനുഷ്യർ നടത്തുന്നത്. ഇതിന്റെ ഫലം കൂടിയാണ് കാലാവസ്ഥാ വ്യതിയാനവും ജലക്ഷാമവും പിന്നെ കൃഷിനാശം മൂലം ദുരിതം പേറുന്ന കർഷക സമൂഹവും നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ ഏറ്റുവാങ്ങി ശീതകാല പച്ചക്കറി മേഖലയിലെ ആദിവാസികൾ. ഏക്കർ കണക്കിന് ഭൂമിയിൽ കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്ത് ആരംഭിച്ച പച്ചക്കറി കൃഷി തുടക്കത്തിൽ തന്നെ കരിഞ്ഞുണങ്ങി. കൊടുംവേനലും ജലക്ഷാമവും മനുഷ്യർ വരുത്തിവെച്ച വിനയെന്ന് കാടിന്റെ മക്കൾ പറയുന്നു. മറയൂർ മലനിരയിൽപ്പെട്ട ചെമ്പട്ടി ആദിവാസി കോളനിയിലെ കാർഷിക വിളകളാണ് കരിഞ്ഞുണങ്ങിയത്. മുതുവൻ വിഭാഗത്തിൽപ്പെട്ട 37 കുടുംബങ്ങൾ താമസിക്കുന്ന ആദിവാസി കുടിയാണ് ചെമ്പട്ടി ആദിവാസി കോളനി. കുടിക്കാർ അവർക്ക് കൈവശം ലഭിച്ച 15 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ ഏലം, കാപ്പി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പുൽത്തൈലം എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്തു വന്നിരുന്നത്. ഇവയാണ് മഴയില്ലാതെ കടുത്ത വരൾച്ചയിൽ കരിഞ്ഞുണങ്ങി നിൽക്കുന്നത്. കൃഷിയാണ് ഇവരുടെ ഏക വരുമാനമെന്നതും ഇവരുടെ ദുരിതം കൂടുതലാക്കി. കൃഷി ഉണങ്ങി കരിഞ്ഞതിനാൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ സമൂഹം. വനം വകുപ്പിൽ നിന്നും വനം പതിച്ചു നൽകിയതിന്റെ കൈവശ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത്. ചിലർക്കാണെങ്കിൽ അതുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കില്ല. ഈ വർഷത്തിൽ ഇത്രയും ഉണങ്ങിപ്പോയത് കാരണത്താൽ ഞങ്ങൾക്ക് ഈ ബാങ്കിൽ ലോൺ എടുക്കാനോ മറ്റൊന്നിനും ഒരു സാധ്യതയല്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടാനും സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മൂലമായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത കിട്ടുവാണെങ്കിൽ അതൊരു പരിഹാരമാണെങ്കിൽ ഞങ്ങൾക്കൊരു വളരെ ഉപകാരമായിരിക്കും. ഒട്ടുമിക്ക കർഷകരും കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങിയാണ് കൃഷി ആരംഭിച്ചത്. വിളവെടുക്കുമ്പോൾ പലിശ സഹിതം തിരികെ നൽകാമെന്ന വ്യവസ്ഥയിലാണ് വായ്പ വാങ്ങിയതും. വിളകൾ കരിഞ്ഞുണങ്ങിയ സാഹചര്യത്തിൽ വായ്പ വാങ്ങിയ തുക എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയാതെ ഭയപ്പാടിലായിരിക്കുകയാണ് ഇവിടുത്തെ ആദിവാസികൾ. കാലാവസ്ഥാ വ്യതിയാനവും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി അസന്തുലിതാവസ്ഥയും കാർഷിക മേഖലയെ വളരെയധികം ബാധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ആദിവാസി കുടികളിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്നത്. തുലാവർഷത്തെ മഴ ലഭിച്ചാൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന ആശ്വാസവും ചില ആദിവാസി കർഷകർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രത്യേകതരം പയറുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ആദിവാസി യുവാവ് ഷാനു വിജയന്റെ ഗവേഷക ഭാവി അവതാളത്തിൽ. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രതികാര നടപടി മൂലം ഷാനു വിജയന്റെ ഗവേഷണം പെരുവഴിയിലാണ്. ഷാനു തന്നെ നട്ടുവളർത്തിയ സസ്യോദ്യാനത്തിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കരുതെന്ന് വൈസ് ചാൻസലർ ഉത്തരവിട്ടു. അന്തർദേശീയ സെമിനാറുകളിലെ അവാർഡ് ജേതാവായ ആദിവാസി യുവാവിനെതിരായ VCയുടെ നടപടിയിൽ വിദ്യാർത്ഥികളിൽ അമർഷം പുകയുന്നു. ഷാനു വിജയൻ ഒരു ആദിവാസി ഗവേഷക വിദ്യാർത്ഥിയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഇയാൾ പശ്ചിമഘട്ടത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കട്ടൻ പയർ എന്നറിയപ്പെടുന്ന പഷോളസ് ലുണാറ്റസ് എന്ന അപൂർവ ഇനം പയർവർഗ്ഗത്തെപ്പറ്റി ഗവേഷണം ചെയ്യുന്നു. പരിണാമത്തിലൂടെ പുതിയ ഇനം പയർവർഗ്ഗത്തെ കണ്ടെത്താനുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ശ്രമത്തിലാണ് ഷാനു വിജയൻ. നാഗ്പൂരിൽ നടന്ന അന്തർദേശീയ സെമിനാറിലെ ബെസ്റ്റ് പോസ്റ്റർ പ്രസന്റേഷന് അവാർഡ് ഈ പ്രതിഭയ്ക്കായിരുന്നു. എന്നാൽ ഷാനു വിജയൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഗവേഷക ആവശ്യത്തിനായി ഇദ്ദേഹം നട്ട പയറുവർഗ്ഗങ്ങൾ പരിപാലനമില്ലാത്തതിനാൽ ചൂടിൽ വെന്തുരുകുകയാണ്. ഷാനു വിജയനെ സർവകലാശാലയുടെ സസ്യോദ്യാനത്തിൽ കയറ്റരുതെന്നാണ് VCയുടെ ഉത്തരവ്. ഇപ്പോൾ സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടെയാണ് പഠിച്ച് വന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും നാളെത്തി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അവർക്ക് വലിയ രീതിയിൽ പഠിക്കാൻ സാധിച്ചില്ല. അപ്പം അവരുടെ മക്കളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ അവരെ വലുതാക്കണമെന്ന് അല്ലെങ്കിൽ വളരെ ഉയർന്ന നിലയിലാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് നമ്മളിവിടെ വരെ എത്തിയത്. വരുന്ന ഡിസംബറിൽ മുംബൈയിൽ നടക്കുന്ന അന്തർദേശീയ സെമിനാറിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇദ്ദേഹം. കഴിഞ്ഞ 6 മാസമായി വീട്ടിൽ പോലും പോവാതെ നിന്ന് പരിപാലിച്ച പയറുവർഗ്ഗങ്ങൾ വൈസ് ചാൻസലറുടെ പ്രതികാരാഗ്നിയിൽ വെന്തുരുകുകയാണ്. ആദിവാസിയായ യുവാവടക്കം 6ഓളം പേരാണ് സസ്പെൻഷനിലായി ഇപ്പോൾ സർവകലാശാലയുടെ മുന്നിൽ സമരപന്തലിൽ കഴിയുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം.
ജനകീയ പങ്കാളിത്തത്തോടെ പണി പൂർത്തീകരിച്ച ചേതന ലാബിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ നിർവഹിച്ചു. ചലച്ചിത്ര താരം നിവിൻ പോളി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആലപ്പുഴ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ചേതന ജനകീയ ലാബ് പ്രവർത്തിക്കുന്നത്. അത്യന്താധുനിക യന്ത്ര സംവിധാനങ്ങളും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുമാണ് ഈ ജനകീയ ലാബിന്റെ പ്രത്യേകത. മറ്റ് സ്വകാര്യ ലാബുകളേക്കാൾ 30% മുതൽ 70% വരെ കുറഞ്ഞ നിരക്കിലായിരിക്കും ലാബിന്റെ പ്രവർത്തനം നടക്കുക എന്ന് ജനകീയ ലാബിന്റെ സെക്രട്ടറി എച്ച് സലാം പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ സൗകര്യത്തിന് ചില കുറവുകളുണ്ട്. ആ കുറവുകൾ സ്വാഭാവികമായി പുറത്ത് ലാബിലേക്കാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതെല്ലാം ജനങ്ങളെ പിഴിയാൻ വേണ്ടിയുള്ള ഒരു ഇടമായി ആരോഗ്യ മേഖലയെ മാറ്റുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കാവുന്ന ഒരു ചെറിയ ആശ്വാസം ജനങ്ങൾക്ക് നൽകുക എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഞങ്ങളിത് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള മേൽത്തരം കമ്പനികളുടെ സമ്പൂർണ്ണ ഓട്ടോമാറ്റിക് യന്ത്ര സംവിധാനങ്ങളാണ് ലാബിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചേതനയിൽ അംഗങ്ങളായ കിടപ്പ് രോഗികൾക്ക് പരിശോധന പൂർണ്ണമായും സൗജന്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചി എളമകര സാമൂഹ്യക്ഷേമ സഹകരണ സംഘം കറുകപ്പള്ളിയിൽ സജ്ജമാക്കിയ സാമൂഹിക ഡയാലിസിസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധ നെഫ്രോളജിസ്റ്റിന്റെയും ടെക്നീഷ്യന്മാരുടെയും നേതൃത്വത്തിൽ ദിവസം 6 ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ സഹകരണ മേഖലയിലെ ആദ്യ സംരംഭമായ ഇവിടെ കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാകുമെന്ന് സഹകരണ സംഘം ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ പിണറായിയിൽ BJP പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. പുത്തൻകണ്ടം കൊട്ടേഷൻ സംഘത്തിന്റെ ഡ്രൈവറായ രമിത്താണ് കൊല്ലപ്പെട്ടത്. പിണറായി ടൗണിലെ പെട്രോൾ പമ്പിന് സമീപത്ത് രാവിലെയാണ് സംഭവം. തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ രമിത്തിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2002-ൽ രമിത്തിന്റെ പിതാവ് ഉത്തമനും വെട്ടേറ്റാണ് മരിച്ചത്. അതേസമയം സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കൂത്തുപറമ്പിൽ 3 ദിവസത്തെ നിരോധനാജ്ഞ തുടരുകയാണ്. ചാവശ്ശേരി സ്വദേശിയാണ് രമിത്ത്. സംസ്ഥാന വ്യാപകമായി നാളെ ഹർത്താൽ ആചരിക്കാൻ BJP ആഹ്വാനം. കണ്ണൂർ പിണറായിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് ആഹ്വാനം ചെയ്തത്. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, പാൽ, പത്രം എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് BJP നുണപ്രചരണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. നാടിന്റെ സമാധാനം തകർക്കുന്നവർക്ക് RSSും BJPയും പിന്തുണ നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. RSSന്റെ ആക്രമണം വലിയ തോതിൽ പെരുകി വരുന്നു എന്നതാണ് കാണാൻ സാധിക്കും. ഡൽഹിയിലെ RSS CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തിയ വാർത്ത നമ്മൾ കണ്ടു. ആ മാർച്ച് നടത്തിയ ദിവസം കേരളത്തിൽ ഒരു CPIM പ്രവർത്തകൻ RSSന്റെ കൊലപ്പെട്ടിക്കടിയാവുകയും ഇവിടെ കൊല നടത്തുന്നവർ തന്നെ തങ്ങളെ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പീഡനം നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നാട്ടിൽ സമാധാനം ഉണ്ടാകരുത് എന്നാണ് RSSന് നിർബന്ധം. RSSന്റെ നേതൃത്വത്തിലാണ് സംഘപരിവാർ പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രവർത്തനം ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ കൂടുതൽ ആക്രമണോത്സുകമാകുന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. കണ്ണൂരിലെ പ്രാദേശിക സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്താനുള്ള BJP ആഹ്വാനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പീസ് ഇന്റർനാഷണൽ സ്കൂൾ സർക്കാർ അടച്ചുപൂട്ടണമെന്ന് BJP. സ്കൂളിൽ മതവിദ്വേഷം വളർത്തുന്ന പഠന രീതിയാണ് നടക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സർക്കാർ നടപടിയെടുക്കണം. സ്കൂൾ ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യണമെന്നും BJP സംസ്ഥാന വക്താവ് MS കുമാർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. അങ്ങേയറ്റം മതവിദ്വേഷം വരുത്തുന്ന നഗ്നമായ വർഗീയ ചിന്ത അടിച്ചേൽപ്പിക്കുന്ന സിലബസാണ് ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആ സ്കൂളുകളെ എങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഡയറക്ടർമാരെല്ലാം വളരെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും ഒക്കെയാണ്. അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. തയ്യൽ ജീവിതകാലത്തെ ഓർമ്മകൾ കോർത്തിണക്കിയ പുസ്തകവുമായി നടൻ ഇന്ദ്രൻസ്. സൂചിയും നൂലും എന്ന പുസ്തകത്തിലൂടെയാണ് മലയാളികളുടെ പ്രിയ നടൻ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. നടനും സംവിധായകനുമായ മധുപാൽ EM രാധയ്ക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പലതരത്തിലും പല നിറങ്ങളിലും ചിതറിക്കിടന്ന തന്റെ ജീവിത തുണിക്കഷ്ണങ്ങളെ കയ്യൊതുക്കത്തോടെ തുന്നിച്ചേർത്തെടുക്കുകയാണ് നടൻ ഇന്ദ്രൻസ് സൂചിയും നൂലും എന്ന പുസ്തകത്തിലൂടെ. ഇന്ദ്രൻസിന്റെ ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണിത്. തന്റെ തയ്യൽ ജീവിതകാലത്തെ കയ്പും മധുരവും നിറഞ്ഞ ഓർമ്മകൾ മലയാളികളുടെ പ്രിയ നടൻ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നു.
എന്നെ ഒരുപാട് മോഹിപ്പിച്ചിട്ടുണ്ട് തയ്യൽ. ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ തയ്യൽക്കാരനായത്. തയ്യലാണ് എന്നെ നാടകവും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരി മഹാന്മാരുമായിട്ട് അടുക്കാനും ഇടപഴകാനും കഴിഞ്ഞത്. എന്നെ സിനിമയിൽ എത്തിച്ചതും തയ്യലാണ്, സിനിമാ നടനാക്കിയതും തയ്യലാണ്. തയ്യൽ മിഷൻ്റെ ചക്രത്തിൻ്റെ താളവും അച്ഛൻ്റെ ഈർച്ചവാളിൻ്റെ മുഴക്കവും കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്കിഷ്ടപ്പെട്ട താരാട്ട് അത് തന്നെയാണ്. ഒരു സാധാരണ തയ്യൽക്കാരനിൽ നിന്ന് അറിയപ്പെടുന്ന ചലച്ചിത്ര നടനായി മാറിയ കഥയ്ക്കൊപ്പം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും പുസ്തകത്തിലൂടെ ഇന്ദ്രൻസ് ഓർമ്മപ്പെടുത്തുന്നു. ഇന്ദ്രൻസും മാധ്യമപ്രവർത്തകൻ ഷംസുദ്ദീൻ കുട്ടോത്തും ചേർന്നാണ് പുസ്തകം രചിച്ചത്. നടനും സംവിധായകനുമായ മധുപാൽ പുസ്തകം EM രാധയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. കഥാകൃത്ത് B മുരളി, നടൻ പ്രേംകുമാർ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രശസ്തമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കർണാടകയിലാണെങ്കിലും ഇവിടെ മലയാളികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ക്ഷേത്ര ജീവനക്കാരും കൊല്ലൂർ പട്ടണത്തിലെ തദ്ദേശീയരുമടക്കം രാജ്യത്ത് മറ്റെവിടെയും സംസ്ഥാനത്തിന് പുറത്ത് ഇത്രയേറെ മലയാളി സാന്നിധ്യമുള്ള മറ്റൊരു ക്ഷേത്രമില്ല. ആദിശങ്കരനിൽ തുടങ്ങുന്നതാണ് മലയാളികൾക്ക് കൊല്ലൂരുമായിട്ടുള്ള ആത്മബന്ധം. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണെങ്കിലും കേരളത്തിലെ ഒരു ചെറിയ ക്ഷേത്ര നഗരത്തിൽ എത്തിയ അനുഭവമാണ് മലയാളികൾക്ക് ഉണ്ടാവുക. മലയാളികൾ നടത്തുന്ന നിരവധി ഹോട്ടലുകളും ലോഡ്ജുകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. മലയാളികളല്ലാത്തവർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മലയാളം നന്നായി അറിയാം. ക്ഷേത്രത്തിലെ തന്ത്രിമാരും മറ്റു ജീവനക്കാരും മലയാളം സംസാരിക്കുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്ന ബഹുഭൂരിപക്ഷം ഭക്തജനങ്ങളും മലയാളികളായതുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നതെന്ന് മുൻ ക്ഷേത്ര ട്രസ്റ്റി കൂടിയായ മോഹനൻ നമ്പ്യാർ പറഞ്ഞു. മൂകാംബികയിൽ ശങ്കരാചാര്യർക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളികൾ ആകർഷകരാവാനുള്ള ഒരു കാരണം അതുമായിരിക്കണം. അവർ മലയാളം സംസാരിക്കുന്നത് കഴിഞ്ഞാൽ ഇവിടെ അനേക വർഷങ്ങളായിട്ട് മലയാളികൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്കൊരു അതർ ദാൻ അവരെ ഇത് കർണാടക ഭാഷ അല്ലാതെ മലയാള ഭാഷയും അവർ സംസാരിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ടെങ്കിലും നവരാത്രി ആഘോഷത്തിനെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ്. പ്രത്യേകിച്ച് വിദ്യാരംഭത്തിന് വരുന്നവർ. ഹോട്ടലുകളിൽ കേരള വിഭവങ്ങൾ സുലഭമാണ്. എല്ലാ സ്ഥാപനങ്ങളിലെയും നെയിം ബോർഡുകളിൽ മലയാള സ്പർശമുണ്ട്. മലയാളികൾക്ക് ഗുരുവായൂരും ശബരിമലയും പോലെയാണ് കൊല്ലൂർ ക്ഷേത്രവും. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നവമി ആഘോഷത്തിന് എത്തിച്ചേരുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത പാൻ മസാലകൾ കുമളി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. പച്ചക്കറിയുമായി വന്ന വാഹനത്തിന് അടിയിൽ 2 ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പാൻ മസാലകൾ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നിരോധിത പാൻ മസാലകൾ കുമളി എക്സൈസ് ചെക്ക് പോസ്റ്റിലാണ് പിടികൂടിയത്. പച്ചക്കറിയുമായി വന്ന വാഹനത്തിനടിയിൽ 2 ചാക്കുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പാൻ മസാലകൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി മുജീബിനെ കുമളി എക്സൈസ് സംഘം പിടികൂടി. പീരുമേട്ടിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്നതിനാണ് പാൻ മസാല കൊണ്ടുവന്നത്. 52,000 രൂപയാണ് മതിപ്പ് വില. 25 കിലോ തൂക്കം വരുന്ന 2150 പാക്കറ്റ് പാൻ മസാലകളാണ് പിടിച്ചെടുത്തത്. പാൻ മസാല കടത്താൻ ഉപയോഗിച്ച പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുത്തു. കുമളി പോലീസിന് കൈമാറിയിട്ടുണ്ട്. 1 മാസത്തിനു മുൻപ് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും നിരോധിത പാൻ മസാലയുടെ ശേഖരം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിന്റെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും ബോബി ഫാൻസ് ക്ലബ്ബും ചേർന്ന് അപകടകാരികളായ തെരുവു നായ്ക്കളെ പിടിച്ച് സംരക്ഷിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകുന്നു. തെരുവു നായ്ക്കളെ പിടിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ കൽപ്പറ്റയിലെ ഡോഗ് റിസോർട്ടിൽ എത്തിച്ച് സംരക്ഷിക്കാനാണ് പദ്ധതി. 10,000 നായ്ക്കളെങ്കിലും ഇത്തരത്തിൽ സംരക്ഷിക്കാനാണ് പദ്ധതിയെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. രോഗനിർണയം വൈകുന്നതിനാൽ വാതരോഗത്തിന്റെ ചികിത്സ വൈകുകയാണെന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ ഡോക്ടർ അനൂഫ് പറഞ്ഞു. വാതരോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വൈകുന്നുണ്ട്. അപ്പം ഇങ്ങനെ 2 അവസ്ഥകൾ നമുക്കത് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂഹത്തിൽ അതിൻ്റെ അവയർനെസ്, ബോധവൽക്കരണം ആൾക്കാരിൽ എത്തിക്കാനാണ് ഇങ്ങനെ ഒരു ദിനം പൊതുവെ വളരെ പ്രാധാന്യമായിട്ടും ആചരിക്കുന്നത്. കർഷക പെൻഷനേഴ്സ് സെന്ററിന്റെ മാധ്യമ അവാർഡ് കൈരളി TV റിപ്പോർട്ടർ സമീർ വാഴങ്കോടിന്. പരിസ്ഥിതി സംബന്ധമായ റിപ്പോർട്ടിനാണ് അവാർഡ്. 5,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 21-ന് കൊല്ലത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് ഡിവൈഎസ്പി ചമഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ തട്ടിപ്പുകാരൻ പിടിയിലായി. പാപ്പനംകോട് സ്വദേശി പ്രദീപ് കുമാറാണ് അറസ്റ്റിലായത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഡിവൈഎസ്പി ആണെന്ന് പറഞ്ഞ് ഇയാൾ യുവാവിൽ നിന്ന് പണം തട്ടിയിരുന്നു. യുവാവിനെ വിശ്വസിപ്പിക്കാനായാണ് ഇയാൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത്.
തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയെന്ന ചൊല്ല് അന്വർത്ഥമാക്കിയുള്ള തട്ടിപ്പ് ശ്രമമാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നത്. ഡിവൈഎസ്പി ചമഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ തട്ടിപ്പുകാരൻ പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി പ്രദീപ് കുമാറാണ് തട്ടിപ്പിന് പിൻബലമേകാൻ പോലീസ് സ്റ്റേഷൻ തന്നെ വേദിയാക്കിയത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഡിവൈഎസ്പി ചമഞ്ഞാണ് പ്രദീപ് കുമാർ തട്ടിപ്പ് നടത്തുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത യുവാവിനോട് 50,000 രൂപ ആവശ്യപ്പെടുകയും അഡ്വാൻസായി 1000 രൂപ വാങ്ങുകയുമായിരുന്നു. പിന്നീട് താൻ ഡിവൈഎസ്പി ആണെന്ന് ബോധ്യപ്പെടുത്താനായി ഇയാൾ യുവാവിനെയും കൂട്ടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തിയത് സാധാരണ വേഷത്തിലാണെങ്കിലും പോലീസുകാരോട് താൻ ഡിവൈഎസ്പി ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി സല്യൂട്ട് ആവശ്യപ്പെട്ടു. പോലീസുകാർ പറഞ്ഞതനുസരിക്കുകയും ചെയ്തു. പിന്നീട് ഇയാളുടെ പെരുമാറ്റത്തിൽ അപാകത തോന്നി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൽ അന്വേഷിച്ചപ്പോഴാണ് അക്കിടി മനസ്സിലായത്. ഉടൻ വ്യാജ ഡിവൈഎസ്പിയെ പിടികൂടിയെങ്കിലും അബദ്ധം പറ്റിയതോർത്ത് അന്തിച്ചിരിക്കുകയാണ് പോലീസുകാർ. ഇയാൾക്ക് മറ്റു തട്ടിപ്പുകളിൽ പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായി ഡാറ്റ ഓഫറുകൾ ഇരട്ടിയാക്കി BSNLന്റെ പുതിയ ഓഫർ. ദസറ, മുഹറം ഓഫറുകളായാണ് പുതിയ ഡാറ്റ നിരക്കുകൾ പ്രഖ്യാപിച്ചത്. ഒരു മാസത്തേക്കാണ് പുതിയ ഓഫർ. BSNLന്റെ 16ാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് പുതിയ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത്. 365 ദിവസം വാലിഡിറ്റിയുള്ള ഈ പ്ലാനുകൾ ഒക്ടോബർ 10 മുതൽ 31 വരെയാണ് ലഭ്യമാകുക. പുതിയ ഓഫർ പ്രകാരം ഇപ്പോഴത്തേതിൽ നിന്നും ഇരട്ടി ഡാറ്റയാവും ലഭിക്കുക. 1498 രൂപയുടെ ഡാറ്റ പ്ലാൻ ചെയ്യുമ്പോൾ 18 GB ഡാറ്റയും 2798 രൂപയ്ക്ക് 36 GBയും 3998 രൂപയ്ക്ക് 60 GBയും 4498 രൂപയ്ക്ക് 80 GB എന്നിങ്ങനെയാണ് ഉത്സവകാല ഓഫറുകൾ. നേരത്തെ 1498, 2798, 3998, 4498 പ്ലാനുകൾ യഥാക്രമം 9 GB, 18 GB, 30 GB, 40 GB എന്നിങ്ങനെയായിരുന്നു ഡാറ്റ ലഭ്യമായിരുന്നത്. BSNL വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 16 രൂപയുടെ പ്രത്യേക താരിഫ് വൗച്ചറും BSNL പുറത്തിറക്കിയിട്ടുണ്ട്. 30 ദിവസത്തേക്ക് 60 MB ഡാറ്റ ലഭിക്കും. ഒക്ടോബർ 7 മുതൽ 31 വരെയാണ് ഈ ഓഫർ ലഭ്യമാകുക. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ചങ്ങനാശ്ശേരിയിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് യുവജന നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 6 പേർ പിടിയിലായി. തൃക്കുടിത്താനം പഞ്ചായത്ത് അംഗം നിധിൻ ജോസഫ് ഉൾപ്പെടെയുള്ള സംഘമാണ് പിടിയിലായത്. ജനാധിപത്യ കേരള കോൺഗ്രസ് യുവജന വിഭാഗം മണ്ഡലം പ്രസിഡന്റായിരുന്ന മനു മാത്യു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8ഓടെയായിരുന്നു കുത്തേറ്റു മരിച്ചത്. സിനിമാ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ചിലരുമായി മനു വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു. പിന്നീട് മനു ബസ് സ്റ്റാൻഡിലേക്ക് പോകും വഴി ചങ്ങനാശ്ശേരി സ്റ്റാൻഡിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവും തൃക്കടിത്താനം പഞ്ചായത്ത് അംഗവുമായ നിതിൻ ജോസഫ് ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിതിൻ ജോസഫിന്റെ സുഹൃത്തുക്കളായ സിജോ, അർജുൻ, സൂരജ്, സോമൻ, ബിനു, സിബിച്ചൻ, ഷമീർ, ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. കൊല്ലപ്പെട്ട മനു മാത്യുവിനോട് നിതിൻ ജോസഫിനുണ്ടായിരുന്ന പൂർവ്വവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പെരുന്ന ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശമുള്ള ആ കോൺഗ്രസ് ഭവൻ്റെ ആ പാർക്കിംഗ് ഏരിയയിലുള്ള പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വണ്ടി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇഷ്യൂ ആണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരികൾ ഇവരുമായിട്ട് വാക്കുതർക്കവും ഉണ്ടാവുകയും അങ്ങനെ സിജോയുടെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് മനു മാത്യുവിനെ കുത്തുകയാണ് ചെയ്തത്. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. കൊലയ്ക്ക് പിന്നിലെ പങ്ക് വ്യക്തമായതോടെ ഇന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.